കുക്കുംബറൊക്കെ ഇങ്ങനെ കായ്ച്ചു തുടങ്ങി. അപ്പോൾ അതിന് അവസാനഘട്ട വളം ഇട്ട് കൊടുക്കണം. കുക്കുംബറിന് ഇനി ഒരു കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാലൊരു വളമ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ ഇലകളുമ്മലും ഒക്കെ ഫിഷ് അമിനോ ഒന്ന് തളിച്ചു കൊടുക്കും, സ്പ്രേ ചെയ്ത് കൊടുക്കും കൂടി ചെയ്താലേ കുക്കുംബറിനൊക്കെ ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ വല്ലതൊക്കെ വന്ന് കൊത്തി പോകും. തടം ഒന്ന് ലെവലാക്കിയതാണ് ഇപ്പം ഇന്ന്. കള വല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. കാരണം അധികം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ചീഞ്ഞ് പോകുന്നുണ്ട്. 1-2 തൈ, ഈ ഭാഗത്തൊക്കെ 2-3 തൈകളൊക്കെ പോയി. കള കൊണ്ടാണ് എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ ഒരുപാട് കുക്കുംബർ ഇതിന്മേൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഉള്ള പൂവ് മൊത്തം കുക്കുംബറായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ വല്ലാതൊന്നും വേണ്ട. ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ 1-2 പറിച്ചു കൊടുക്കാനും നമുക്കൊരു ദിവസം 1-2 ഇങ്ങനെ കഴിക്കാനും കിട്ടിയാൽ വളരെ നന്നാവും. അതിൻ്റെ അടിയിലൊന്ന് ഷേപ്പ്ലെസ് ആയി. അപ്പോൾ എന്തായാലും ഫിഷ് അമിനൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഒക്കെ നല്ല തിക്കായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇലകൾക്കൊന്നും കേടില്ല. ഇവിടെ അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ച് കൊടുക്കണം. ഇതിന് വളമ ചാണകപ്പൊടിയും ആട്ടുംകാഷ്ടവും എല്ലുപൊടിയും. പിന്നെ ഒരു ആഴ്ച ഇതിട്ടിട്ട് വളമിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് നേർപ്പിച്ച് അതും. അത്രേ ഉള്ളൂ, വേറൊന്നും കൊടുക്കണില്ല. ഫസ്റ്റ് ടൈമാണ് ഇനി ഫിഷ് അമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇതുവരെ വേറൊന്നും കൊടുത്തിട്ടില്ല. കട്ടൻ ചായ ആണോ?